ഹലോ, എന്നോട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പെരുന്നാളിന് പോകുക കേട്ടോ. അതായത് ഇത് ക്രിസ്മസ് ദിവസം വൈകുന്നേരമാണ് നമ്മൾ പെരുന്നാളിന് പോകുന്നത്. 26-ാം തീയതിയാണ് മെയിൻ പെരുന്നാൾ കേട്ടോ. തലേ ദിവസം വൈകുന്നേരം പ്രദക്ഷിണം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് രാത്രിയായിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ അന്നേരത്തേനും അവിടെ പ്രദക്ഷിണമൊക്കെ തുടങ്ങിയായിരുന്നു. ഇവിടെ ഈ പള്ളിയിലെ പെരുന്നാൾ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള, നമ്മുടെ അവിടെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള പെരുന്നാളാട്ടോ. അപ്പോൾ എല്ലാ പള്ളിക്കാരും ഈ പെരുന്നാളിന് എന്തായാലും വരും. അങ്ങനെ ഒരു പെരുന്നാൾ പണ്ട് തൊട്ടേ, നമ്മുടെ ചെറുപ്പം തൊട്ടേ നമ്മളൊക്കെ പോകുന്ന പെരുന്നാളാണ്. അപ്പം ഓൾറെഡി ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേനും പെരുന്നാൾ പ്രദക്ഷിണമൊക്കെ തുടങ്ങിയായിരുന്നു. നല്ല അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. രാത്രിയല്ലേ, അപ്പം ഫുൾ ലൈറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ആക്സലും പിന്നെ ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര ആക്സലിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എവിടെയെങ്കിലും പോകാനും ഇങ്ങനെയൊക്കെ കാണാനൊക്കെ. അപ്പോൾ അവൻ ഇതൊക്കെ കണ്ടിട്ട്, ഈ ലൈറ്റും ഈ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് അവൻ അന്തം വിട്ട് ഇരിക്കുകയാണ് കേട്ടോ. നിറച്ചും ആൾക്കാരൊക്കെ ഉണ്ട്. പണ്ടത്തെ അത്ര ഇപ്പം ആൾക്കാരില്ല കേട്ടോ. കാരണം ഇപ്പം പിള്ളേരധികം നാട്ടിലില്ലല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ചാൾ കുറവാണ്. എന്നാലും പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂചി കുത്താൻ പോലും സ്ഥലമില്ലാതെ അതുപോലെ ആൾക്കാരായിരിക്കും. ഈ ഒരു പെരുന്നാളെന്ന് പറയുന്നത് വേറൊരു എന്താ പറയണ്ടേ, മെയിനായിട്ട് വേറൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് +2 ഒക്കെ പഠിക്കുന്ന ആ ഒരു സമയത്താണെങ്കിൽ ഈ പെരുന്നാളിന് പോവുകയാണെങ്കിൽ നമ്മുടെ 10ാം ക്ലാസ്സിലുള്ള ഫ്രണ്ട്സിനെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരു ഗെറ്റ് ടുഗദർ അല്ലെങ്കിൽ റീയൂണിയൻ എന്നൊക്കെ പറയുന്ന പോലെ അതായിരിക്കും ഈ പെരുന്നാൾ. കാരണം എല്ലാവരും വരുന്ന ഒരു പെരുന്നാളാട്ടോ ഇത്. അപ്പോൾ ഞാനൊക്കെ പണ്ട് പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഈ പെരുന്നാളിന് പോകുമ്പം നമ്മുടെ അവിടെ ഈ പള്ളിയിൽ ഒരു സെമിത്തേരിയിലേക്ക് പോകുന്നൊരു റോഡുണ്ട്. അപ്പോൾ അവിടെയാണ് എല്ലാവരും ഈ പെൺപിള്ളേരൊക്കെ നിൽക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ എല്ലാവരും കാണും. അപ്പോൾ അവിടുന്ന് നമ്മുടെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചില ഓർമ്മകളൊക്കെ ഉണ്ട് കേട്ടോ ഈ പെരുന്നാളുമായിട്ട്. ഇപ്പം അധികം പിള്ളേരൊന്നും നാട്ടിലില്ലല്ലോ, എന്നാലും ഒട്ടും കുറവില്ല കേട്ടോ. ചെറിയൊരു കുറവ് മാത്രമേ ഉള്ളൂ. നല്ല രസമാണ് കേട്ടോ പള്ളിയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയം ഭയങ്കര ഒരു എന്താ പറയണ്ടേ, ഭയങ്കര ഒരു ഫീലാണ്. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ കഴുന്നെടുക്കുക, അങ്ങനത്തെ നേർച്ചകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ. കുറേ പേര് പ്രദക്ഷിണത്തിന് പോയി, പിന്നെ കുറച്ച് പേര് ഈ ഒരു സമയം അധികം തിരക്കില്ലാത്ത സമയമാണല്ലോ. അപ്പം നമ്മൾ പള്ളീൻ്റെ സൈഡിൽ കുറച്ച് കസേരയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അവിടെ പോയി ഇരുന്നു കേട്ടോ. പിന്നെ കൊച്ചിനെയും കൊണ്ട് ഇങ്ങനെ നടക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇവിടെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ കുറച്ച് പേര് പിള്ളേരൊക്കെ ഉള്ളവർ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഇവിടുത്തെ പുൽക്കൂട് നല്ല രസമാണ് കേട്ടോ. പുറത്ത് ഒരു പുൽക്കൂടുണ്ടായിരുന്നു, നല്ല രസമാണ്. ഭയങ്കര എന്നാ പറയണ്ടേ, ഭയങ്കര ക്രിയേറ്റീവായിട്ട് ഭയങ്കര കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെന്ന് തോന്നി എനിക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ ചുറ്റും നോക്കിയപ്പോഴാണ് മനസ്സിലായത്, അത് കിണറിൻ്റെ മുകളിലാട്ടോ ആ പുൽക്കൂട് ഉണ്ടാക്കിയേക്കുന്നത് കണ്ടോ. കിണറിൻ്റെ മുകളിലാണ് പുൽക്കൂട് ഉണ്ടാക്കിയേക്കുന്നത്. ആക്സൽ ഈ സമയത്ത് ഭയങ്കരമായിട്ട് ഓട്ടി നടക്കുക, അങ്ങനത്തെ പരിപാടികളാണ്. അതിനിടയ്ക്ക് നമ്മൾ ആക്സലിന് എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ച് അവിടെ ഉണ്ടല്ലോ, അപ്പോൾ അവിടുത്തെ കടകളിൽ പോയിട്ട് ഒരു സാധനം മേടിച്ചോട്ടെ. ഈ സാധനമാണ് അവന് ഇഷ്ടപ്പെട്ടത്. അവനത് കറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അന്നേരം തൊട്ട് കറക്കാൻ തുടങ്ങിയത്. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അത് കണ്ടിന്യൂസ് കറക്കി അതിൻ്റെ ആപ്പീസ് കൂട്ടി. അപ്പം അവനത് കൈ കിട്ടി അന്നേരം തൊട്ട് അവൻ കറക്കാൻ തുടങ്ങിയതാണ്. അത് നിലത്ത് വെച്ചിട്ടില്ല. ഇതും പിന്നെ ഒരു കാറും കൂടെ മേടിച്ചായിരുന്നു കേട്ടോ. പണ്ടൊക്കെ എന്ന് പറയുന്നത് കുറേ കടയുണ്ടായിരുന്നു, കുറേ റോഡ് സൈഡിൽ നിറച്ചും കടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം പക്ഷേ അധികമില്ല. ഇപ്പോൾ റോഡ് സൈഡിലും അല്ല, പള്ളീൻ്റെ ഒരു ഗ്രൗണ്ടിലാണ് ഇപ്പം കടകളൊക്കെ ഉള്ളത്. ആ ഒരു സമയം ആയപ്പോഴത്തേന് നമ്മുടെ പ്രദക്ഷിണം പള്ളിയിലേക്ക് തിരിച്ചു വന്നു കേട്ടോ. പക്ഷേ ആക്സലാണെങ്കിൽ അടങ്ങിയിരിക്കുന്നേ ഇല്ല. ആക്സലാണെങ്കിൽ ഓടി നടക്കുവാണ് മുറ്റത്തൂടെ, ഇല പെറുക്കലോ കല്ല് പെറുക്കലൊക്കെ ആയിട്ട്. ആസ് യൂഷ്വൽ എപ്പോഴത്തേം പോലെ അവൻ കല്ല് പെറുക്കൽ ഇല പെറുക്കലൊക്കെ ആയിട്ട് നടക്കുവാണ്. അപ്പോൾ ഇതേ സമയത്ത് ഇവിടെ തന്നെ, ഇത് പള്ളിയുടെ പുറകുവശമാണ് കേട്ടോ. അപ്പോൾ പള്ളിയിൽ പ്രാർത്ഥനകൾ ഇതൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ പിള്ളേരെ എത്ര പിടിച്ചു വെക്കാൻ നോക്കിയാലും അങ്ങനെ കുറച്ച് നേരമൊക്കെ അടങ്ങിയിരിക്കത്തുള്ളൂ. പിന്നെ നമ്മൾ വിചാരിച്ചു അവനവൻ്റെ ഇഷ്ടത്തിന് നടക്കട്ടെ. അപ്പോൾ അങ്ങനെ അന്നേരമാണ് അവിടെ ഒരു ഓട്ടോറിക്ഷ കിടക്കുന്നത് കണ്ടോ കേട്ടോ. അപ്പോൾ അവൻ ആക്സിൽ ഓട്ടോയിൽ കയറണം എന്ന് പറഞ്ഞിട്ട് അവൻ അതിനകത്ത് കയറിയിരിക്കുവാണ്. അവൻ ടാറ്റയൊക്കെ തരും എല്ലാവർക്കും, അവൻ ഓട്ടോറിക്ഷയിൽ കയറി പോവാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ നമ്മളും അതിനകത്ത് ആ ഓട്ടോയിൽ കയറിയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ അതിനകത്ത് അടങ്ങിയിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് അവിടെ ഇരുത്തി. പിന്നെ ഇവനെപ്പോലെ കുറച്ച് ചെറിയ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കളിക്കാൻ വേണ്ടിയിട്ട്.
അപ്പം നമ്മൾ ഏകദേശം പോകാനുള്ള ഒരു സമയമൊക്കെ ആയി. പക്ഷേ ഇവിടെയാണെങ്കിൽ ഇങ്ങനെ എന്താ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ എന്നാ പറയണ്ടേ, ചെണ്ടമേളവും ബാൻഡ് സെറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് അവിടെ ഇരിക്കുവാ കേട്ടോ. ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. എന്നാ പണ്ടൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നാടകം, ഇങ്ങനെ എന്നാ കരിമരുന്ന് കലാപ്രകടനം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പക്ഷേ അതൊന്നും ഇല്ല. പക്ഷെ അതൊക്കെ ഒരു രസമായിരുന്നു. ഞാനൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ കേട്ടോ. ഇവിടെയെല്ലാം സാധാരണ എല്ലാ പള്ളികളിലും അങ്ങനെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. നാടകവും അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടികളൊക്കെ. ഇപ്പം പിന്നെ ഇവിടെയുള്ള ചില പള്ളികളിലൊന്നും ഇപ്പം അങ്ങനത്തെ ഇതൊന്നും ഇല്ല കേട്ടോ. വെടിക്കെട്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. കുറച്ച് അപകടങ്ങളൊക്കെ ഉണ്ടായത് കാരണം ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ഇത് നമ്മുടെ ബാൻഡ് സെറ്റാണ് ഫസ്റ്റ് തുടങ്ങിയത് കേട്ടോ. അടിപൊളിയാണ്. രണ്ടുപേരും കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ചെണ്ടമേളം അവർ രണ്ടുപേരാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അതൊരു മത്സരം പോലെയാണ് അവിടെ നടന്നത് കേട്ടോ. ഇവർ രണ്ടുപേരും തമ്മിലൊരു മത്സരം പോലെ. അപ്പം നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഒരു എന്നാ പറയണ്ടേ, ഒരു പോസിറ്റീവ്, നമുക്ക് നമ്മളൊന്ന് റിലാക്സൊക്കെ ആകാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ പോകണം, എന്നാലല്ലേ ഒരു രസമുള്ളൂ അല്ലേ. ഇത് ഭയങ്കരമായിട്ട് ഇവിടെ നടക്കുവാണ്. കുറേ പേര് എന്താ ഇത് കാണാൻ വേണ്ടിയിട്ട് കുറേ ആളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നിറച്ചും ആളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളും ഇതൊക്കെ കാണാൻ വേണ്ടി ആക്സിലാണെങ്കിൽ അന്നേരം ഒരു കുരുത്തക്കേടും ഇല്ല. അന്നേരം അവിടെ ഇരുന്ന് കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഇറങ്ങിപ്പോയി, അത് വേറെ കാര്യം. പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ നമ്മുടെ പരിചയത്തിലുള്ള കുറച്ച് ബന്ധുക്കളെയോ റിലേറ്റീവ്സിനെയൊക്കെ അങ്ങനെയൊക്കെ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ വേണ്ടി പറ്റി. പക്ഷെ പണ്ടത്തെ പോലെ ഒന്നും അധികം ആൾക്കാർ ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറേ ഒന്നും കാണാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഏകദേശം അത് കുറച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച് പോകാം. കാരണം രാത്രിയാകാറായി. ഇനി ഇവനെ വീട്ടിൽ ചെന്നിട്ട് കുളിപ്പിക്കണം, ഭക്ഷണം കഴിക്കണം, അങ്ങനെയൊക്കെ വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുക കേട്ടോ. തിരിച്ചു പോകുന്ന വഴിക്ക് റോഡിൻ്റെ രണ്ട് സൈഡിലും അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട്. ലൈറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മൾ തിരിച്ചു പോകുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത് അവിടെ ഒരു വലിയൊരു നക്ഷത്രം കണ്ടോ അവിടെ. അത് അടിപൊളിയാണ്. ശരിക്കും കാണാൻ വേണ്ടി നല്ല രസമാണ് കേട്ടോ. അപ്പം തിരിച്ചു വന്നപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. അങ്ങോട്ട് പോയപ്പോൾ അത് ശ്രദ്ധിച്ചില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. കണ്ടോ, അടുത്ത് വരുമ്പോഴാണ് ആ ഒരു സ്റ്റാറിൻ്റെ ആ ഒരു ഭംഗി കാണുന്നത് കേട്ടോ. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.